സൂൺ റൈയമ്മിൻ്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയായ ലിറ്റിൽ ഫോറസ്റ്റ് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പട്ടണത്തിൽ താമസിച്ചു പഠിച്ചുകൊണ്ടിരുന്ന ഹീവോൺ പട്ടണത്തിലെ അവളുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി അവളുടെ ഗ്രാമമായ മാസോം ലിങ്കിലേക്ക് മടങ്ങി വരുന്നതും പിന്നീട് ആ ഗ്രാമത്തിലെ ജീവിതം അവളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമാ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായ ഹീവോൺ പട്ടണത്തിലെ കടയിലേക്ക് പോയി അവൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം അവളുടെ ഗ്രാമമായ മാസൂംലിംഗിലേക്ക് മടങ്ങി വരുന്നതാണ്. പട്ടണത്ത് മഞ്ഞു നിറഞ്ഞ വഴികളിലൂടെ ഏറെ കഷ്ടപ്പെട്ട് അവൾ വീട്ടിലെത്തിച്ചേരും. വീട്ടിൽ വന്നതും നല്ല വിശപ്പ് തോന്നുകൊണ്ട് അവൾ കിച്ചണിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പരതി നോക്കും. കുറേ നാളുകളായി ആരും താമസമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കഴിക്കാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ വീടിനോട് ചേർന്നുള്ള കൃഷിത്തോട്ടത്തിൽ ചെന്ന് നോക്കും. ഭാഗ്യത്തിന് അവിടെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടായിരുന്നു. അവളത് പറിച്ചെടുത്ത് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി ആസ്വദിച്ച് കഴിയും. വയറു നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിവോണ് നല്ല ഉറക്കം വരുന്നതായി തോന്നും. അവൾ അവിടെ കിടന്ന് സുഖമായി ഉറങ്ങും. പിറ്റേ ദിവസം എണീറ്റപ്പോൾ അവൾക്ക് നല്ല തണുപ്പ് തോന്നിയിരുന്നു. തണുപ്പ് വീട്ടിൽ ചെന്ന് സൂപ്പും ഭക്ഷണവും ഒക്കെ തയ്യാറാക്കി. സാധനങ്ങളൊക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഇനി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പട്ടണത്തിൽ പോകണം, അല്ലെങ്കിൽ അമ്മായിയുടെ കയ്യിൽ നിന്നും വാങ്ങണം. ഇല്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. എന്തായാലും അമ്മായിയുടെ കയ്യിൽ നിന്നും വാങ്ങണ്ടെന്ന് അവൾ തീരുമാനിക്കും. അവൾ അവിടെ വന്നത് ആരും അറിയണ്ടെന്ന് അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് ഹെൻസു വരുന്നുണ്ട്. ഹെൻസു അവളുടെ ഉറ്റ ചങ്ങാതിയാണ്. ഹെൻസുവിനെ കണ്ടപ്പോൾ നമ്മുടെ ഹിവിയോന് നല്ല സന്തോഷം തോന്നും. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കും. കൂടാതെ നാട്ടിൽ വന്നിട്ട് അവളെ അറിയിക്കാത്തതിന് ഹെൻസു ഹിവിയോനോട് പരാതി പറയുന്നുണ്ട്. എനിക്ക് മടങ്ങി വന്നു. ഇപ്പോൾ ഇവിടെ കൃഷിയൊക്കെയായി അടിപൊളിയായി പോകുന്നു. അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഹെൻസു അവിടെ നിന്ന് മടങ്ങിപ്പോകും. അങ്ങനെ ആ പകൽ കടന്നുപോയി. രാത്രിയായിരിക്കുന്നു. നമ്മുടെ ഹിവൺ ഉറങ്ങാൻ കിടക്കും. രാത്രിയായപ്പോൾ മോഹകളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് പേടി തോന്നാൻ തുടങ്ങി. ഇടയ്ക്ക് അവൾ അമ്മായിയെ വിളിക്കാൻ ഫോൺ എടുത്തതുമാണ്. പിന്നെ എന്തോ അത് വേണ്ടെന്ന് വെച്ച് അവൾ കണ്ണു മുറുക്കി അടച്ച് കിടന്നു. അങ്ങനെ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവളുടെ അമ്മായി അവിടേക്ക് വരുന്നുണ്ട്. അവിടുത്തെ ചിമ്മിണി പുകയെന്ന് കണ്ട അമ്മായിക്ക് ആദ്യം അമ്മായിയുടെ വീട്ടിൽ പോകാൻ വിസമ്മതിച്ചെങ്കിലും അമ്മായി നിർബന്ധിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അമ്മായിയുടെ വീട്ടിൽ ചെന്ന് വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ആഹാരം പാകം ചെയ്യാൻ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ അമ്മായിയുടെ കയ്യിൽ നിന്നും മേടിച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങി. അവൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ വീടിന് പുറത്ത് ജോഹ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഇവ നിനക്കൊരു കൂട്ടാകുമെന്നും. എന്നാൽ ഹിവോൺ അതൊന്നും വേണ്ട എന്നും അവൾ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകുമെന്നും അവനോട് പറയും. എന്നാൽ ജോഹ അവൾ പറയുന്നത് കേൾക്കാതെ ആ നായ്ക്കുട്ടിയും അവിടെ നിർത്തി അവൻ തിരിച്ചു പോകും. അന്ന് രാത്രി അവൾ കിടക്കുന്നതിന് മുമ്പ് അവളുടെ കാമുവിന് സോറി പറഞ്ഞൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും ഈ പ്രേമത്തിന് മാത്രം ഒരു കുറവുമില്ല. പിന്നീട് അവിടെ ഉണ്ടാക്കിയ കേക്ക് അവരെല്ലാവരും കഴിക്കാൻ തുടങ്ങും. കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോഹ പറയും, ഹീവിയോണ്ട് അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല രുചിയുണ്ട്. എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിന് നല്ല മധുരമാണ്, നീ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഉപ്പ് രസമുണ്ട്. അവൾക്കത് കേട്ടപ്പോൾ അതിശയം തോന്നും. ഇവൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഹീവോൺ അമ്മ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയാണ് കേക്ക് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീവോൺ ആണെങ്കിൽ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൾക്കെന്തോ അവനോട് സംസാരിക്കാൻ തോന്നിയിരുന്നില്ല. അന്ന് അവൾ അവളുടെ അമ്മ ഉണ്ടാക്കിയിരുന്ന പോലെ അരി ഉപയോഗിച്ചൊരു വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം അവർ 3 പേരും അവളുണ്ടാക്കിയ വൈൻ ആവോളം കുടിക്കും. നമ്മുടെ ജോഹ ആണെങ്കിൽ ഒരുപാട് കുടിച്ച് ഫിറ്റായി പോകും. അങ്ങനെ അവൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പിച്ചും പിഴയും പറയാൻ തുടങ്ങും. ഏറ്റവും മനോഹരമായ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ വിത്തെറിഞ്ഞ് ഞാൻ ഒരുപാട് ചെടികൾക്കും മരങ്ങൾക്കും ജീവൻ കൊടുക്കുന്നു. ഭൂമിയിൽ മുളയ്ക്കുന്ന വിത്തുകൾ ആത്മാക്കളെപ്പോലെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്ന കാഴ്ച അതെന്ത് മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ഹീവോൺ ആണെങ്കിൽ അതെല്ലാം വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കും. പിന്നീട് അവരെല്ലാം പോയതിനു ശേഷം അവൾ ചിന്തിക്കാൻ തുടങ്ങും, ഇനി ഈ ഗ്രാമത്തിൽ തന്നെയാണോ എൻ്റെ ജീവിതത്തിന്. പിറ്റേ ദിവസം ഹിവോണിനൊരു കത്ത് വരുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മാനോട് തനിക്ക് ഈ അഡ്രസ്സിൽ കത്തുന്നു അവൾ ആസ്വദിച്ച് കഴിക്കും. അങ്ങനെ വസന്തകാലവും കടന്നുപോയി. വേനൽക്കാലം വന്നെത്തി.